കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തൊരു ഭംഗിയാണെന്നോ. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണഗോപി തിലകം ചാർത്തിയിരിക്കുന്നു. 2 സ്വർണ്ണമാലകൾ, മുല്ലമുട്ടുമാലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകൾ ചാർത്തിയിരിക്കുന്നു. 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ വനമാലകളിൽ ഒന്ന് നല്ല വെളുത്ത താമര പൂവ് കൊണ്ട് നല്ല കട്ടിയോട് കൂടിയിട്ടാണ് ഒരു വനമാല. മറ്റേ വനമാല തെച്ചി, തുളസി, താമരപ്പൂവുകളെ കൊണ്ട് നല്ലോണം ഉരുട്ടിക്കെട്ടി നല്ല ഭംഗിയോടുകൂടി കണ്ണന് ചാർത്തി അലങ്കരിച്ചിരിക്കുന്നു. സ്വർണ്ണ തിരുമുടിമാലകളാവട്ടെ നന്ദ്യാർവട്ടം പൂവ് കൊണ്ടും തെച്ചിപ്പൂവുകൾ കൊണ്ടും കൂട്ടിക്കെട്ടിയിട്ടുണ്ടെന്ന്. ഒരെണ്ണം തെച്ചി, തുളസി, താമര അങ്ങനെയാണ് തിരുമുടിമാല. ഒരെണ്ണം തെച്ചിപ്പൂവ് മാത്രമായിട്ടൊരു തിരുമുടിമാല. അങ്ങനെ 3 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കണ ആ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത്. നല്ല ഭംഗിയോട് കൂടിയിട്ട് പുഞ്ചിരിച്ച് നിൽക്കണതാണ്. തെളിഞ്ഞ് 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 നിൽക്കണം. അപ്പോൾ ആ ഭക്തന്മാരെല്ലാവരും കണ്ണനെ കണ്ട് നാമം ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി ഓടി ഓടിപ്പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കാൽ വീണ് നമസ്കരിക്കണു. കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണു. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ. അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി ഒന്ന് സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കണ്ണൻ്റെ നാമങ്ങൾ എല്ലാവരും ചൊല്ലിക്കോളൂ കേട്ടോ. നാരായണ 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 നാരായണ. ഒരു സങ്കോചവും കൂടാതെ ഉറക്കെ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക. ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അതിൽ കൂടുതൽ സ്നേഹം തന്ന് ഓടി വന്ന് ആ കണ്ണൻ നമ്മളെ കെട്ടിപ്പിടിച്ച് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും ജപിച്ചോളൂ നാമം. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം. ഈ മന്ത്രം അതിശക്തമായ മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിട്ട് കളയരുത്. ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ്. അതുകൊണ്ട് ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.